കരിക്കകം എന്ന പേരിനു പിന്നിൽ ഭഗവതിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ യോഗീശ്വരൻ പ്രകൃതിദത്തമായ കരിങ്കല്ലുകളും ഓലകളും കൊണ്ട് നിർമ്മിച്ച പർണശാലയിലാണ് അമ്മയെ ആദ്യമായി കുടിയിരുത്തിയത്. കാടും കരിങ്കൽ കൂട്ടങ്ങളും നിറഞ്ഞ ആ സ്ഥലം കരിങ്കാട് എന്ന് പിന്നീട് അത് ലോപിച്ച് കരിക്കകം എന്നും അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. കരിക്കകം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മതിലകത്ത് തന്നെ അമ്മയുടെ 3 വ്യത്യസ്ത ഭാവങ്ങൾ ആരാധിക്കപ്പെടുന്നു എന്നതാണ്. ദേവി, ശാന്തവും വരദായകവുമായ പ്രധാന പ്രതിഷ്ഠ. രണ്ടാമത്തത് രക്തചാമുണ്ഡി, രൗദ്രഭാവത്തിലുള്ള രൂപം. സത്യം തെളിയിക്കുന്നതിനായി പണ്ട് സത്യപരീക്ഷ നടത്തിയിരുന്നത് രക്തചാമുണ്ഡി നടയിലാണ്. മൂന്നാമത്തത് ബാലചാമുണ്ഡി, വാത്സല്യവും കരുണയും നിറഞ്ഞു നിൽക്കുന്ന ബാലികാരൂപം. കുറ്റവാളികൾ രക്തചാമുണ്ഡിക്കു മുൻപിൽ വന്ന് സത്യം ചെയ്യുമ്പോൾ ഭയം കൊണ്ടും സത്യം തുറന്നു പറയുമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ പണ്ടുകാലത്ത് പ്രാദേശിക തർക്കങ്ങളും നീതിന്യായ കാര്യങ്ങളും പരിഹരിക്കാൻ രാജാക്കന്മാർ പോലും ഈ ക്ഷേത്രത്തെ ആശ്രയിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ശരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അമ്മേ ശരണം.